അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അസർ നമസ്കാര ശേഷം പ്രത്യേകമായ സുന്നത്ത് നമസ്കാരങ്ങൾ വല്ലതുമുണ്ടോ? നമുക്കറിയാം, മഗ്രിബിന് ശേഷം റവാത്തിബുണ്ട്, ഇഷാക്ക് ശേഷം റവാത്തിബുമുണ്ട്, രാത്രി നമസ്കാരമുണ്ട്, സ്വലാത്തുൽ ലൈൽ അല്ലെങ്കിൽ ഖിയാമുൽ ലൈലുണ്ട്. അതേപോലെ തന്നെ സുബഹി നമസ്കാരത്തിന് മുമ്പും സുന്നത്തുണ്ട്. അസർ നമസ്കാരത്തിന് മാത്രം പ്രത്യേകമായ റവാത്തിബുകളില്ല. എങ്കിലും അസറിന് മുമ്പ് 4 റക്അത്ത് എന്ന രൂപത്തിൽ ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. റവാത്തിബല്ല, തഹിയ്യത്തുമല്ല, അല്ലാത്ത നിലയിലുള്ള നമസ്കാരം. അതിന് പ്രത്യേകമായ പ്രതിഫലമുണ്ട് എന്നും ഹദീസിൽ കാണാം. എന്നാൽ അസർ നമസ്കാര ശേഷം സുന്നത്ത് നമസ്കാരമുണ്ടോ? ഇവിടെ ഹദീസുകൾ കൃത്യമായി കാണാൻ കഴിയും. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു കേട്ടത് നമ്മെ അറിയിക്കുകയാണ്. ലാ സ്വലാത്ത ബഅദ സുബ്ഹി ഹത്താ തർതഫിഅ അശംസ്, സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ, അതായത് ഒരു കുന്തത്തിന്റെ അത്ര സൂര്യൻ ഉദിച്ചു വരുന്നത് വരെ സുബഹി നമസ്കാര ശേഷം നിസ്കാരമില്ല എന്ന് കാണാൻ കഴിയും. വലാ സ്വലാത്ത ബഅദൽ അസ്ർ, അസ്ർ നമസ്കാര ശേഷം ഹത്താ തഗീബ അശംസു, സൂര്യാസ്തമയം പൂർത്തിയാകുന്നത് വരെ അഥവാ മഗ്രിബ് വരെ പ്രത്യേകമായ നമസ്കാരങ്ങളില്ല എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ട് അസർ നമസ്കാര ശേഷം പ്രത്യേകമായ സുന്നത്ത് നമസ്കാരങ്ങളില്ല, നമസ്കരിക്കേണ്ടതില്ല. അതിൽ ഒഴിവുള്ളത് തഹിയ്യത്ത് നമസ്കാരം. അത് ഏത് സമയത്തും തഹിയ്യത്ത് നമസ്കരിക്കാം. ഉളു എടുത്ത ശേഷമുള്ള 2 റക്അത്ത് നമസ്കാരം, അതും ഏത് സമയത്ത് നമസ്കരിക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 നമസ്കാരങ്ങൾ ഒഴികെ ബാക്കി ഒരു സുന്നത്ത് നമസ്കാരവും അസർ നമസ്കാര ശേഷം ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഈ വിഷയത്തിൽ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.